എനിക്ക് കുറച്ച് കമൻറ്റ് വരലുണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവലില്ലേന്ന്. അപ്പം നമുക്ക് ഇന്ന് എവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. രാവിലെ എണീച്ച് ഞാൻ കുറച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് പിന്നെ പല്ല് തേക്കാനുള്ള പരിപാടി നോക്കി. ഞാൻ പുറത്തത്തെ പൈപ്പിൽ നിന്നാണ് പല്ല് തേക്കൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ശ്രീൻ്റെ ലവ് ബേർഡ്സിനെ കാണാൻ വന്ന്. ശ്രീക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈറ്റിങ്ങളാ. ശ്രീ പോകുന്ന സമയത്ത് 5 എണ്ണായിട്ടുണ്ടായിരുന്നു ലവ് ബേർഡ്സ്. ഇപ്പം 2 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഞാൻ അവരെ അലമ്പാക്കിയിട്ട് കുറേ സമയം ഇങ്ങനെ കളിച്ച്. ഇനി മെയിനായിട്ടുള്ള ഒരാളെ കാണിച്ചു തരാം ഗൈസ്. ഇവനാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം നിക്കു. ഇവിടുത്തെ അച്ഛൻ്റെ അമ്മേൻ്റെയും ഇളയ മോനെ പോലെയാണ് ഇവൻ. അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഇവനും ഉണ്ട്. ഇവനാണെങ്കിൽ എന്നെ കണ്ണെടുത്ത് കണ്ടുവിടും. അപ്പോഴും ഇങ്ങനെ കുറച്ചുകൊണ്ട് എനിക്ക് നായിനെ പേടിയാണ്ട് ഞാൻ അടുത്തൊന്നും പോവലില്ല. അതുകൊണ്ടാന്ന് തോന്നുന്നു അവൻ എന്നെയും ഇഷ്ടമല്ല. എന്നെ കണ്ടിട്ടുള്ള നിക്കുവിൻ്റെ ഭയങ്കരമായ കുറെ കേട്ടിട്ട് സാവി ബേബി ഉറങ്ങി എണീച്ച് ഗൈസ്. ഉറങ്ങി എണീച്ചപ്പോൾ തന്നെ കട്ടുമുള്ള തലേദിവസം വാങ്ങിയ ചെണ്ട ഉണ്ടായിന്. അപ്പോൾ എണീച്ചതും അവൻ അതാണ് എടുത്ത് കയ്യിൽ പിടിച്ചത്. എന്താണെന്നറിയില്ല, സാവിക്ക് ചെണ്ടേനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എവിടെ പോയാലും ചെണ്ട വേണം. പിന്നെ ഉറങ്ങി എണീച്ചപ്പാട് ചെണ്ട മുട്ടണം, അങ്ങനത്തെ എല്ലാം ഒരു ഇത്. അപ്പോഴേക്ക് തൊട്ടപ്പുറത്ത് മുത്തപ്പങ്കാവിൽ ഉത്സവമാണല്ലോ. അപ്പോൾ തലേദിവസം നമ്മൾ പോയപ്പോഴേ ചെണ്ടമുട്ടലെല്ലാം അവൻ കണ്ടിരുന്നു. അപ്പോൾ രാവിലെ തൊട്ടേ അടുത്ത് ചെണ്ടമുട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ കരച്ചിലായി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. നല്ലോണം കരയാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് അവൻ ഒറ്റയ്ക്ക് പോകാൻ വരെ ശ്രമിച്ചു. ഞാൻ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നതാണ് ഇങ്ങോട്ടേക്ക്. അപ്പം നല്ലോണം കരഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ വേഗം കുളിപ്പിച്ച് റെഡിയാക്ക്, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നല്ലോണം സങ്കടം വന്നവന് ഞാൻ പോകുന്നില്ല എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം അവനെ റെഡിയാക്കി അച്ഛൻ്റെ ഒപ്പം പറഞ്ഞേക്കാൻ മാറ്റിയപ്പോൾ പിന്നെ ചെക്കന് സൊള്ള കയറി. ഇനിയിപ്പോൾ എന്തായാലും പോകുമല്ലോ, റെഡി ആയല്ലോ എന്ന് ആലോചിച്ചിട്ട്. എന്നിട്ടും പിന്നെ എന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ വാ വാ എന്നുള്ള രീതിയിൽ ഞാൻ മാറ്റിയിട്ടില്ലല്ലോ. സൂപ്പർ പറഞ്ഞ സൂപ്പർ ഇങ്ങനൊക്കെ അടിപൊളി അടിപൊളി. ആ അപ്പൂനെ വിളിച്ച അപ്പൂ 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 തൂ എടാ. ജാവീൻ അധികം കരയിക്കണമെന്ന് വെച്ചിട്ട് ഞാനും അക്കുവും വേഗം മാറ്റിയിട്ട് ഇറങ്ങി. അപ്പു അപ്പു എന്ന് വിളിക്കുന്നത് ശ്രീനെയാണ് കേട്ടോ. ശ്രീനെ വീട്ടിൽ നിന്ന് അപ്പു എന്നാണ് വിളിക്കൽ. അമ്മക്ക് കഴിയാത്തതുകൊണ്ട് അമ്മ വന്നിട്ടില്ല. ഞാനും അക്കുവും ജാവിയും കൂടിയാണ് അമ്പലത്തിലേക്ക് പോയത്. തലേദിവസം രാത്രി അമ്മയും ഞാനും അക്കുവും കൂടിയാണ് പോയത്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ്. പോകുന്ന വഴിക്കിതാ ഞാൻ ഈ റോസ് ബോഗൈൻ വില്ല കണ്ടു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫ്ലവർ. എന്നിട്ട് ഞാൻ അക്കുവിനോട് പറഞ്ഞു എനിക്ക് ഇടുന്ന ഫോട്ടോ എല്ലാം എടുത്തു തരണം എന്നല്ലോ. അങ്ങനെ ഇതാണ് അമ്പലം. കുറച്ച് ഇപ്പുറത്തേ വരേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ വലിയ ഉത്സവമൊന്നും അല്ല കേട്ടോ. ആ നാട്ടിലെ കുറച്ച് ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു ഉത്സവമാണ്. അങ്ങനെ നമ്മൾ മുത്തപ്പനെ പ്രാർത്ഥിച്ച് അക്കുവിനെ ഞാൻ സൈഡിൽ ഫോണും കൊണ്ട് ഇങ്ങനെ നിർത്തിപ്പിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതാണെങ്കിൽ മുത്തപ്പൻ ശ്രദ്ധിച്ചിട്ട് ചോദിച്ചു വീഡിയോ എടുക്കുന്നുണ്ടല്ലേ, കാണാൻ ഭംഗിയുണ്ടോ എന്നല്ലോ. ആകെ ചമ്മിപ്പോയി ഗൈസ്. എല്ലാവരും നമ്മളെ തന്നെ നോക്കി. പിന്നെ നമുക്കതൊരു വലിയ വിഷയമല്ല. നമ്മളൊരു യൂട്യൂബർ ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ക്യാമറയും പിടിച്ചിട്ട് നടക്കണമല്ലോ. എനിക്കിപ്പോൾ അത് ശീലമായി. ആദ്യം ചെറിയ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിനി ആൾക്കാരെ കൂട്ടത്തിൽ പോകുമ്പോൾ വീഡിയോ എടുക്കാനല്ലോ. ഇപ്പം പിന്നെ വലിയ പ്രശ്നമൊന്നും. മുത്തപ്പൻ എന്നോട് ചോദിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചാണോ എന്ന്. ഞാൻ പറഞ്ഞാണ്. എന്നിട്ട് ചോദിച്ച് ഈ സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോയെന്ന്. ഉണ്ടല്ലോ. അപ്പം ഞാൻ ഉണ്ടെന്നും തിരിച്ച് പറഞ്ഞ്. സാവി ആണെങ്കിലേ ആടെ ഇങ്ങനെ ഒരു ഭാഗം നടന്ന് കളിക്കുന്നുണ്ടായിനി. ആടുത്തെ സാധനങ്ങളെല്ലാം തൊട്ട് തെയ്യത്തിനെല്ലാം കണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഇവനൊരു പടപ്പനാണ്. ഇങ്ങനെ കീഞ്ഞ് നടക്കണം. നമ്മളെ കൈമേലൊന്നും നിൽക്കൂല. പിന്നെ ഞാൻ അവനെ പിടിച്ച് വലിച്ച് തിരുവപ്പനെ തൊഴാൻ വേണ്ടി പോയി. അങ്ങനെ ആടെയും പ്രാർത്ഥിച്ചു. അവനങ്ങനെ വലിയ പേടിയൊന്നുമില്ല കേട്ടോ. തെയ്യത്തിന് മിണ്ടാണ്ട് അനങ്ങാണ്ട് നിന്നോളൂ ഒരു സ്ഥലത്ത്. മുടി അഴിക്കാൻ വേണ്ടി ഇനിയും കുറച്ചും കൂടി ടൈം എടുക്കും. ആ സമയം കൊണ്ട് നമ്മൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് നല്ല സാമ്പാറും വറവും അങ്ങനെയുള്ളൊരു സദ്യ ടൈപ്പ് ഫുഡാണ് പിറ്റേ ദിവസം ഉണ്ടായത്. തലേദിവസം വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. ആ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നല്ല ബിരിയാണി ആയിരുന്നു അത്. അങ്ങനെ സാവിക്കും തിന്നാൻ കൊടുത്ത് നമ്മൾ ആദ്യം മുടിയൈക്കൽ കാണാൻ പോയി മുത്തപ്പൻ്റെ. സാവി വേർത്ത് ഒലിച്ചിട്ട് ഇങ്ങനെ മേലെല്ലാം വേർപ്പ് പറ്റിയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. ശ്രീയും ഇങ്ങനെ തന്നെയാണ്. ശ്രീയും നല്ലോണം വേർത്തിട്ട് ഇങ്ങനെ ഉറ്റും. അതേ ഇതന്നെ സാവിക്കും കിട്ടീന്. ഞാനങ്ങനെ വേർക്കലൊന്നുമില്ല കേട്ടോ. പിന്നെ അച്ഛൻ വന്നിട്ട് അച്ഛൻ ആദ്യം സാവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ അച്ഛനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ അവനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഇവിടെ വലിയ പരിപാടിയൊന്നുമില്ല. മുടിയൈക്കലും കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവും. ഹലോ ഓക്കെ ഹലോ ഹലോ ഹലോ
അപ്പോഴേക്ക് മുടിയഴിക്കലിന് ടൈമായി. ആദ്യം തിരുവപ്പൻ്റെ മുടിയഴിക്കലാണ് കേട്ടോ ഉണ്ടായത്. അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോഴേക്ക് സാവി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടു കഴിയുമ്പോഴേക്കും അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി അവനെ കുറച്ച് സമയം ഉറക്കിയിട്ട് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങി. വേറെ എവിടെയും അല്ലാട്ടാ, കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ അവനാകെ ഒരു 10 മിനിറ്റ് ഉറങ്ങിയിട്ടുള്ളൂ. അപ്പം തന്നെ എണീച്ചിന്. എന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ. ഗൈസ്, നമ്മൾ ഈവനിങ് നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. എവിടെയില്ല, വീട്ടിൻ്റെ മുന്നിൽ തന്നെ. എന്തൊരു ഹൈവേ അല്ലേ, പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹൈവേയിൽ. കാണിച്ചുതരാം. വീഗോ രണ്ടു നോക്കണേ. ഇതാണ് ഗൈസ് ലൊക്കേഷൻ. മഴ പെയ്യോടി, മേഘം നോക്കിയേ. സന്ധ്യയുടെ മേഘം അല്ല അത്. സാവി കുത്തക്കട കളിക്കല്ല. ആ ഒരു കടമ കടന്ന് ഇപ്പുറത്ത് അങ്ങോട്ട് എന്തുള്ളേ? അമ്മ ഏതോ കാവിൽ പോവാൻ പറഞ്ഞല്ലേ, അതെടാ കൊറേ പോണോ? നമുക്ക് കാവിൽ പോവാം. ജാവി നോക്കിയേ, ഇങ്ങോട്ട് വാ. ഏച്ചിയാ, അങ്ങോട്ട് റോഡുണ്ടാ? വണ്ടി വണ്ടി അവൻ നമ്മളെക്കാട്ടി സ്പീഡിൽ ഓടുന്നു. അതാര്? അക്കു അക്കു വിളിച്ച കോ. അക്കു ആരി? അക്കു ആരി? അക്കു ആരിന്ന് കാണിച്ചാ? നീ അക്കു? ഇതല്ലേ അക്കു? ആ ലൊക്കേഷൻ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടിന് കേട്ടോ. സ്കൈയെല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു സന്ധ്യ ആയപ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വിട്ട്. സാവിക്ക് കുറേ സമയം കളിച്ചപ്പോൾ മടുത്ത്, പിന്നെ ചെറുങ്ങനെ അവൻ കരയാൻ തുടങ്ങി. വിശന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് തലേ ദിവസം നമ്മൾ സ്മൈലിൽ പോയപ്പോൾ വാങ്ങിയ ചിക്കൻ വിങ്സ് ഉണ്ടായിന്, ഒരു റെഡിമെയ്ഡ് പാക്കറ്റ്. അങ്ങനെ ഞാനും ആക്കും അതാക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി ഗൈസ്. അമ്മനെ പൊട്ട് നോക്കി സാവി, പൊട്ട്. ക്രിസ്പി ആയിട്ട് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി തിന്നും പറയാം ഇതിൻ്റെ ഗുണം എന്താന്ന്. സോസ് ഉണ്ടായിരുന്നു കുറച്ച് ഫ്രിഡ്ജിൽ, അങ്ങനെ അതും കൂട്ടി എടുത്തിട്ട് നമ്മൾ രണ്ടാളും തിന്നു നോക്കി. വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് സ്പൈസിയാണെന്ന് ഓൾറെഡി അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ തിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിനി. നമ്മളെന്തായാലും ഷോപ്പിൽ നിന്ന് മറ്റേ ചെയ്യൽ വാങ്ങുന്ന ക്രിസ്പി ചിക്കൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. തിന്നാൻ വേണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അധികം ചിക്കൻ്റെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല, കൊട്ടാണ് കൂടുതലുണ്ടായത്. ചിക്കൻ്റെ ഇറച്ചിയെല്ലാം കുറവായിരുന്നു ഗൈസ്. ഒരു പ്രൈസിന് അത്രയല്ലേ നമ്മൾ പ്രതീക്ഷിക്കണ്ടു. ഞാനാണെങ്കിൽ ആടുന്ന ശ്രീൻ്റെ ഒരു ടീഷർട്ടും എടുത്തിട്ടിരുന്നു. എനിക്ക് വല്ലാണ്ട് ശ്രീനെ ആടുന്ന് മിസ്സാവുന്നുണ്ടായിന്. എൻ്റെ വീട്ടിൽ നിന്നും മിസ്സാവലുണ്ട്, പക്ഷെ ആടെ എത്തിയപ്പോൾ എനിക്ക് കുറച്ച് നല്ലോണം ശ്രീനെ മിസ്സാവാൻ തുടങ്ങി. പിന്നെ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കിയിട്ടുണ്ടായിന് അമ്മ. അതും കൂടി തന്നെ നമ്മൾ കിടന്നുറങ്ങി ഗൈസ്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. അച്ഛനാണ് നമ്മളെ കാഞ്ഞങ്ങാടേക്ക് കൊണ്ടാക്കുന്നത്. അക്കുവിനോട് പറയണ ബൈ. എനിക്ക് 26-ന് ബർത്ത്ഡേൻ്റെ ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ശ്രീനോട് 26-ന് ഞാൻ കാഞ്ഞങ്ങാട് തിരിച്ച് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനൊന്നും പറഞ്ഞില്ല, പോയിക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചിനെ ഇവനെന്തേ നിൽക്കാൻ പറയാത്തേന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ബർത്ത്ഡേൻ്റെ സർപ്രൈസ് ശ്രീയും കാഞ്ഞങ്ങാടാണ് സെറ്റാക്കിയത്. അതുകൊണ്ടാണ് അവനും എന്നെ കാഞ്ഞങ്ങാട് എത്തിക്കാൻ വേണ്ടി തിരക്കുണ്ടായത്. ഈടുന്ന് ഇനി കാഞ്ഞങ്ങാട് എത്തും വരെ സാവിനെ ട്രെയിനിൽ നിന്ന് മാനേജ് ചെയ്യാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഗൈസ്. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സാവിൻ്റെ കുഞ്ഞു കൈ കൊണ്ടുള്ള ടാറ്റ ബൈ ബൈ, സീ യു.